ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള ടിപ്സ് ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഒരു പിടി റബ്ബർ ഉണ്ടെങ്കിൽ എണ്ണിയാൽ ഒതുങ്ങാത്ത ഒട്ടനവധി യൂസേജ് ഉണ്ട്. അതിലെനിക്കറിയാവുന്ന ചില ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം. സ്കൂളിലേക്കൊക്കെ പോകുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ലഞ്ച് ബോക്സൊക്കെ ഉണ്ടാവും. ചിലപ്പോഴൊക്കെ നമ്മുടെ ലഞ്ച് ബോക്സ് ലൂസായിട്ട് നമ്മളത് മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുപോകുന്ന ബോക്സ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ലഞ്ച് ബോക്സിൽ നമ്മൾ ചൂടോടുകൂടി ലഞ്ചാക്കുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു ടിപ്പ് ചെയ്യരുത്. ഞാൻ ഇതെൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ലിഡൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്. വീണ്ടും ഒരു റബ്ബർ ബാൻഡ് കൂടി ഞാൻ ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ 2 റബ്ബർ ബാൻഡ് ഈ ഒരു പാത്രത്തിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ ആ ലിഡൊന്ന് അടക്കുകയാണെങ്കിൽ നല്ല പോലെ ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ തുറക്കുന്ന സമയത്ത് പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ്, എന്നാൽ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി രണ്ടാമത്തെ ടിപ്പിലോട്ട് പോകാം. കണ്ണടയ്ക്ക് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത്. കണ്ണടയ്ക്ക് വെച്ചിട്ട് കുനിയുന്ന സമയത്തോ നമ്മൾ കുമ്പിട്ട് എന്തെങ്കിലും പണിയെടുക്കുന്ന സമയത്തോ കണ്ണട താഴെ വീണു പോവാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ്. അപ്പം ഞാനിതാ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ആ ഒരു കണ്ണടയുടെ കാലിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ടോ. നന്നായിട്ട് ടൈറ്റ് ആകുന്നത് വരെ ഈ ഒരു രീതിയിൽ ചുറ്റി കൊടുക്കാം. ആ റബ്ബർ ബാൻഡ് ഫുള്ളായതിനു ശേഷം ചുറ്റിയെടുത്തതെല്ലാം ഇതുപോലെ ഒരു ഭാഗത്തേക്ക് നീക്കി കൊടുക്കാം. ഇനി ഇതേപോലെ ഞാൻ മറ്റൊരു ലെഗിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിതാ കണ്ണടയുടെ 2 കാലിലും റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സിമ്പിൾ ടിപ്പ് നമ്മൾ ചെയ്തിട്ട് കണ്ണട വെക്കുകയാണെങ്കിൽ എത്ര നമ്മൾ കുനിഞ്ഞാലും അതല്ലെങ്കിൽ എന്ത് പണിയെടുക്കുന്ന സമയത്ത് കണ്ണട താഴെ വീഴാതെ നിൽക്കും കേട്ടോ. മാത്രമല്ല ആ ഒരു ഭാഗം നമ്മുടെ ചെവിയുടെ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നതുകൊണ്ട് പുറമെ നിന്ന് ആർക്കും അത് കാണാനും കഴിയില്ല. ഇനി നമ്മൾ ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് ഇതുപോലെ കൈവിരൽ വെച്ചിട്ട് നമ്മൾ മറിക്കുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് മറിഞ്ഞ് കിട്ടും. അതല്ലെങ്കിൽ ഇതുപോലെ നിന്നിട്ട് മറിക്കാൻ പറ്റാതെ വരും. ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഇതാട്ടോ ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഏറ്റവും അടിവശത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ പേജുകൾ ഓരോന്നായിട്ട് തന്നെ മറിക്കാൻ പറ്റും. വളരെ സിമ്പിളുമാണ്, എന്നാൽ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്ത് കുറേശ്ശെ ആയിട്ടാണ് വായിച്ച് തീർക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വായിച്ചു വെച്ച പേജ് വളരെ പെട്ടെന്ന് തന്നെ കിട്ടാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മളിതുപോലെ പേജ് മടക്കി വെക്കാറാണ് ചെയ്യാറുള്ളത്. എന്നാൽ ചില സമയത്ത് അത് നിവർന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ നല്ല പാടായിരിക്കും. അപ്പോൾ നമുക്ക് റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള പോർഷൻ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് കണ്ടോ, വായിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പേജ് ഉൾക്കൊള്ളിച്ചിട്ട് കൊണ്ട് ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ടേക്കാണ് കേട്ടോ. ഞാനിതാ വായിച്ചു വെച്ചിട്ടുള്ള പേജ് ഉൾക്കൊള്ളിച്ച് കൊണ്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കോ അതല്ലെങ്കിൽ ഈ ഒരു സൈഡിലേക്കോ മാറ്റി കൊടുക്കാം. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള പേജ് നമുക്ക് എടുക്കാൻ പറ്റും. എത്ര കട്ടിയുള്ള ബുക്കാണെങ്കിലും നമ്മളിത് മറിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും കേട്ടോ. ഒരേ പ്രായത്തിലുള്ള കുഞ്ഞു മക്കളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്ന ടോയ്സ് ആയിക്കോട്ടെ കപ്പായിക്കോട്ടെ ഒരേപോലെയുള്ളതാണ് നമ്മൾ വാങ്ങാറുള്ളത്. അതാരെങ്കിലും ഒരാളെടുത്ത് കഴിഞ്ഞാൽ എൻ്റെതാണെന്ന് പറഞ്ഞിട്ട് മക്കൾ വഴക്ക് കൂടാറുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു കപ്പിൻ്റെ ഈ ഒരു പിടി ഉണ്ടല്ലോ, ഈ ഒരു പിടിയിൽ ഞാൻ ഇതുപോലെ റബ്ബർ ബാൻഡ് 2 ചുറ്റായിട്ട് ഒന്നിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ടത് ഇന്ന ആളതാന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മക്കളും തന്നെ പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ ഒരു കച്ചറ നമുക്ക് ഒഴിവായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതുപോലെയുള്ള റിബണൊക്കെ നമ്മൾ വാങ്ങി യൂസ് ചെയ്തതിന് ശേഷം സിമ്പിളായിട്ട് നമ്മൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഇതുപോലെ അത് ഡിസോർഡർ ആവാറുണ്ട്. നമ്മൾ വെച്ച സ്ഥാനത്തു നിന്ന് താഴെ വീണാലൊക്കെ പെട്ടെന്ന് തന്നെ അത് ഡിസോർഡറായിട്ട് പിന്നീട് നമ്മൾ ഇതുപോലെ ചുറ്റിയെടുക്കാറാണ് ഉണ്ടാവല്. അപ്പോൾ ഞാൻ ഈ ഒരു റിബണ് എല്ലാം തെർമോക്കോളിൽ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ടത് താഴെ വീണാലും ഡിസോർഡർ ആവാതിരിക്കാനായിട്ട് ഞാൻ 2 റബ്ബർ ബാൻഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു റബ്ബർ ബാൻഡ് നേരെ ഓപ്പോസിറ്റ് സൈഡിലും ഇട്ട് കൊടുക്കാം.
ഈ ഒരു രീതിയിൽ റിബൺ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും അത് ഡിസോർഡർ ആവാതെ നമുക്ക് കീപ്പ് ചെയ്യാനും എടുക്കാനൊക്കെ പറ്റും. ക്ലീനിങ്ങിനായിട്ട് ഇതുപോലെയുള്ള ഗ്ലൗസൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് നമ്മുടെ കൈയിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ഇതുപോലെ ഗ്ലൗസൊക്കെ ഇടുന്ന സമയത്ത് വിരലിൻ്റെ അറ്റത്തൊക്കെ കുറേ ഭാഗം ബാലൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനായാലും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു തുഞ്ചം ഒക്കെ കുറേ ബാലൻസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിതാ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൈത്തണ്ടയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഒറ്റ റബ്ബറാണ് എടുത്തിട്ടുള്ളത്. ഒരു ചുറ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നേരെ തള്ളവിരൽ അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു കെട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ഗ്ലൗസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ആ ഒരു ഗ്ലൗസ് ലൂസാവുകയോ അതെങ്കിൽ ഊരി പോരാനുള്ള ചാൻസ് ഒന്നുമില്ല. മാത്രമല്ല നമ്മൾ ഇട്ട ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലി വളരെ പെർഫെക്റ്റ് ആയിട്ടും ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്കത് ചെയ്യാനും പറ്റും. പിന്നെ ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. സാധാരണയായിട്ട് നമ്മൾ ഇതുപോലെയുള്ള മസാല പൗഡറുകളൊക്കെ കീപ്പ് ചെയ്യുന്ന ബോട്ടിലിൽ നിന്ന് തിരക്ക് പിടിച്ച് നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് മസാലകളൊക്കെ ഒത്തിരി എടുക്കാറുണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ഞാനിതാ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മസാല എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പൊടിയുടെ അളവ് ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കട്ടിംഗ് ബോർഡ്. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ നീങ്ങി പോവാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് കട്ടിംഗ് ബോർഡിൻ്റെ രണ്ട് സൈഡിലും ഓരോ റബ്ബർ ബാൻഡ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊട്ടും അനക്കമില്ലാതെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സേഫായിട്ട് നിന്നോളും. നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെയുള്ള പാക്കറ്റ് പൊടികളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ഒക്കെ വരാറുണ്ട്. അത് നമ്മളിതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ടാണ് കീപ്പ് ചെയ്യാറുള്ളത്. എന്നാൽ അത് കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ മടക്കിയ ഭാഗം നിവർന്ന് വരും. അതില്ലാണ്ടിരിക്കാനായിട്ട് ഞാൻ 2 റബ്ബറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു പോർഷൻ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബാലൻസ് വരുന്ന ഭാഗം. അതിന് ശേഷം ഒരു റബ്ബർ എടുത്തിട്ട് ഈ ഒരു സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ എടുത്തിട്ടുള്ള വേറെ റബ്ബറുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ നമുക്കത് കേടുകൂടാതെ കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഞാനിതാ മോൻ്റെ ലഞ്ച് ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം മുകളിലെ സിബ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ഒരു സൈഡിലെ സിബിൻ്റെ ഹോൾഡർ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നഖം വെച്ചിട്ട് ഇങ്ങനെ നീക്കുന്ന സമയത്ത് കൈയൊക്കെ വേദനിക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്കിതാ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഈ ഒരു ഹോളിലൂടെ നമുക്ക് ഈ ഒരു റബ്ബർ ബാൻഡ് ഒന്ന് കോർത്തെടുക്കാം. അപ്പം ഞാനിതാ ഈ ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനുള്ളിലൂടെ ഒന്ന് വലിച്ചെടുക്കുകയാണ്. കോർത്തെടുത്തതിന് ശേഷം ആദ്യം റബ്ബർ ബാൻഡിൽ പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് സിബ് ഓപ്പൺ ആകുകയും ക്ലോസ് ആകുകയും ചെയ്യും. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. കുഞ്ഞടുക്കളയുള്ളവർക്കും സൗകര്യക്കുറവുള്ളവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അത്. പൊട്ടിയ ബെൽറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുപോലെ പൊട്ടിയ ബെൽറ്റൊക്കെ ഉണ്ടെങ്കിൽ ആരും കളയരുത്. ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആ ബെൽറ്റിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ചുറ്റായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ പിന്നെ ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഈ 2 ചുറ്റായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു 5-6 റബ്ബർ ബാൻഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ റബ്ബർ ബാൻഡും ഇട്ട് കൊടുത്തതിന് ശേഷം അവ തമ്മിൽ കുറഞ്ഞൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് 6 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ ഒരു കുഞ്ഞു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് ആ പപ്പടക്കോലിന് ചൂടാക്കിയതിന് ശേഷം ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആണിയിലേക്ക് ഇതുപോലെ തൂക്കിയിടുകയാണെങ്കിൽ കുറച്ച് വലിയൊരു ഹോൾ തന്നെ വേണ്ടി വരും. അപ്പോൾ ഞാൻ കുഞ്ഞു ഹോളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഡയറക്റ്റായിട്ട് ആണിയിൽ തൂക്കാനല്ല കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 2 റബ്ബർ ബാൻഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ റബ്ബർ ബാൻഡ് ആ ഹോളിലൂടെ ഒന്ന് കോർത്തെടുക്കാം. അപ്പോൾ ഞാനിത് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ബാലൻസ് വരുന്ന പോർഷൻ കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ റബ്ബറിൻ്റെ ഒരു സൈഡ് ഉള്ളിലൂടെ ഒന്ന് കടത്തിയിട്ട് ഇതുപോലെ ഒന്ന് കെട്ടാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ റബ്ബറും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ കോർത്തെടുത്തിട്ടുള്ളത് കേട്ടോ. 2 റബ്ബറും കോർത്തെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ റബ്ബറാണ് ഞാൻ ആണിയിൽ തൂക്കിയിടാൻ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇതാ ബെൽറ്റ് വെച്ചിട്ടുള്ള കിടിലൻ ഐറ്റം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു തവികൾ, സ്പൂണുകൾ, പപ്പടക്കോല് ഇങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ടാവും. അതെല്ലാം നമുക്ക് ഈ ഒരു ബെൽറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബെൽറ്റിൻ്റെ അടിവശത്ത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് വരുന്നത്. ഓരോ റബ്ബർ ബാൻഡിനുള്ളിലും ഓരോന്നായിട്ടാണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓരോന്നും കീപ്പ് ചെയ്യുന്ന സമയത്ത് അത് നല്ല പോലെ എഡ്ജിലോട്ട് നീക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതുപോലെ പൊട്ടിയ ബെൽറ്റൊക്കെ ഉണ്ടെങ്കിൽ ആരും വലിച്ചെറിയരുത്. കുറച്ച് റബ്ബർ ബാൻഡും ഉണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ ഒരു കിടിലൻ സെറ്റിങ്സ് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിതെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഹാങ് ചെയ്തിടാം. അപ്പം ഞാനിതത് തൂക്കിയിട്ടിട്ടുണ്ട്. 2 റബ്ബർ ബാൻഡ് ടൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിലാണ് കേട്ടോ ഞാൻ തൂക്കിയിട്ടിട്ടുള്ളത്. എന്നിട്ട് ഓരോന്നിലും ഞാൻ ആദ്യം ഓരോന്നാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ വീണ്ടും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ റബ്ബർ ബാൻഡിലും 2 3 വീതമൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ സ്പേസിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ്. കുഞ്ഞടുക്കളയിൽ സൗകര്യക്കുറവൊക്കെ ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ്. ഒത്തിരി സ്പേസ് നമുക്ക് ഈ ഒരു ടിപ്പ് മുഖേന കീപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു ബെൽറ്റ് തൂക്കിയിടാനുള്ളൊരു സ്പേസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. മാത്രമല്ല നമ്മൾ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒത്തിരി ഐറ്റംസ് ആ ഒരു ബെൽറ്റിൽ കീപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.